ഓം ശാന്തി 11/9/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, നിങ്ങൾ മുഴുവൻ ലോകത്തിന്റെയും സത്യമായ മിത്രങ്ങളാണ്. നിങ്ങൾക്ക് ആരോടും ശത്രുത ഉണ്ടാകരുത്. ചോദ്യം: നിങ്ങൾ ആത്മീയ മിലിറ്ററിയാണ്. നിങ്ങൾക്ക് പ്രാവർത്തികമാക്കേണ്ട ഏത് നിർദ്ദേശമാണ് ബാബയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്? ഉത്തരം: നിങ്ങൾക്കുള്ള നിർദ്ദേശമാണ് സദാ ബാഡ്ജ് ധരിക്കൂ. ഇതെന്താണ്? നിങ്ങൾ ആരാണ് എന്നാര് ചോദിച്ചാലും പറയൂ, ഞങ്ങൾ മുഴുവൻ ലോകത്തിൽ നിന്നും കാമത്തിന്റെ അഗ്നി ശമിപ്പിക്കാനായി വന്ന അഗ്നിശമന സേനയാണ്. ഈ സമയത്ത് മുഴുവൻ ലോകത്തെയും കാമാഗ്നി ബാധിച്ചിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാവർക്കും സന്ദേശം നൽകുന്നു, ഇപ്പോൾ പവിത്രമായി മാറൂ. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ, എങ്കിൽ തോണി അക്കരെയെത്തും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ സഹജമായ ഓർമ്മയിൽ ഇരിക്കുകയാണ്. ചിലർക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നു, വളരെ ആശയക്കുഴപ്പത്തിലാകുന്നു. എനിക്ക് ടൈറ്റായി അഥവാ കണിശമായി ഇരിക്കണം എന്ന് കരുതുന്നു. ബാബ പറയുന്നു, അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. എങ്ങനെ വേണമെങ്കിലും ഇരുന്നോളൂ, ബാബയെ ഓർമ്മിക്കണം എന്ന് മാത്രം. ഇതിൽ ബുദ്ധിമുട്ടിന്റെ ഒരു കാര്യവുമില്ല. ആ ഹഠയോഗികൾ വളരെ ടൈറ്റായി ഇരിക്കുന്നു. കാലിന്റെ മുകളിൽ കയറ്റി വെക്കുന്നു. ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, സുഖമായി ഇരിക്കൂ. ബാബയെയും 84 ജന്മങ്ങളെയും ഓർമ്മിക്കൂ. ഇതാണ് സഹജമായ ഓർമ്മ. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. നോക്കൂ, ഇവിടെ ഈ ചെറിയ കുട്ടി അച്ഛന്റെ വലതു ഭാഗത്തിരിക്കുന്നു. ഈ കുട്ടിയുടെ ബുദ്ധിയിൽ മാതാപിതാവിനെ ഓർമ്മയുണ്ടാകൂ. നിങ്ങളും കുട്ടികളല്ലേ? ബാബയെ ഓർമ്മിക്കുന്നത് വളരെ സഹജമാണ്. നമ്മൾ ബാബയുടെ കുട്ടികളാണ്. ബാബയിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് എടുക്കേണ്ടത്. ശരീര നിർവഹണാർത്ഥം വീട്ടിൽ ഇരിക്കുക തന്നെ വേണം. മറ്റുള്ളവരുടെ ഓർമ്മയെ ബുദ്ധിയിൽ നിന്ന് മാറ്റുക മാത്രം ചെയ്യൂ. ചിലർ ഹനുമാനെ, ചിലർ മറ്റാരെങ്കിലും, പിന്നെ ചിലർ സാധു സന്യാസിമാരെയും ഓർമ്മിക്കുന്നു. ആ ഓർമ്മ മാറ്റണം. ഓർമ്മിക്കുന്നുണ്ടല്ലോ, പൂജ ചെയ്യുന്നതിനായി പൂജാരിക്ക് ക്ഷേത്രത്തിൽ പോവുക തന്നെ വേണം. ഇവിടെയാണെങ്കിൽ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ആരെ കണ്ടാലും പറയൂ, ശിവബാബ പറയുന്നു, പിതാവായ എന്നെ മാത്രം ഓർമ്മിക്കൂ. ശിവബാബ നിരാകാരനാണ്. തീർച്ചയായും അവർ ആകാരത്തിൽ വന്നാണ് എന്നെ ഓർമ്മിക്കൂ എന്ന് പറയുന്നത്. ഞാൻ പതീത പാവനനാണ്. ഇത് ശരിയായ വാക്കല്ലേ? ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. നിങ്ങൾ എല്ലാവരും പതീതമാണ്. ഇത് തമോ പ്രധാനമായ പതീത ലോകമല്ലേ? അതിനാലാണ് ബാബ പറയുന്നത്, ഒരു ദേഹധാരിയെയും ഓർമ്മിക്കരുത്. ഇത് നല്ല കാര്യമല്ലേ? ബാബ ഇത്രയേ പറയുന്നുള്ളൂ, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപം ഇല്ലാതാകും. ഇതാണ് യോഗബലം അഥവാ യോഗാഗ്നി. പരിധിയില്ലാത്ത ബാബ സത്യമല്ലേ പറയുന്നത്? ഗീതയുടെ ഭഗവാൻ നിരാകാരനല്ലേ? ഭഗവാൻ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, മറ്റൊരു ഉപായവുമില്ല. പാവനമായി പോയാൽ ഉയർന്ന പദവി നേടാം, ഇല്ലെങ്കിൽ പദവി കുറഞ്ഞു പോകും. ഞങ്ങൾ നിങ്ങൾക്ക് ബാബയുടെ സന്ദേശം നൽകുന്നു. ഞാൻ സന്ദേശിയാണ്. ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. മാതാക്കൾക്കും അഹല്യകൾക്കും ബലഹീനരായ സ്ത്രീകൾക്കും ഉയർന്ന പദവി നേടാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്നവരായാലും ഗൃഹസ്ഥത്തിലിരിക്കുന്നവരായാലും ശരി, അവർക്ക് ഉയർന്ന പദവി നേടാൻ കഴിയും. ഇവിടെ ഇരിക്കുന്നവർക്ക് കൂടുതൽ ഓർമ്മിക്കാൻ കഴിയും എന്നില്ല. ബാബ പറയുന്നു, പുറത്തിരിക്കുന്നവരാണെങ്കിലും കൂടുതൽ ഓർമ്മിക്കാൻ സാധിക്കും. വളരെയധികം സേവനം ചെയ്യാൻ സാധിക്കും. ഇവിടെ വന്ന് ബാബയിൽ നിന്ന് റിഫ്രഷ് ആയി പോകുമ്പോൾ
ഉള്ളിൽ എത്ര സന്തോഷം ഉണ്ടാകണം. ഈ മോശമായ ലോകത്തിൽ ബാക്കി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പിന്നീട് കൃഷ്ണപുരിയിലേക്ക് പോകും. കൃഷ്ണന്റെ ക്ഷേത്രത്തെയും സുഖധാമം എന്ന് പറയാറുണ്ട്. അതിനാൽ കുട്ടികൾക്ക് അപാരമായ സന്തോഷം ഉണ്ടാകണം. നിങ്ങളിപ്പോൾ പരിധിയില്ലാത്ത ബാബയുടേതായിരിക്കുന്നു. നിങ്ങളെ തന്നെയാണ് സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റിയത്. നിങ്ങളും പറഞ്ഞിരുന്നു, ബാബ 5000 വർഷങ്ങൾക്ക് മുൻപും ഞങ്ങൾ അങ്ങയെ കണ്ടുമുട്ടിയിരുന്നു. ഇനി വീണ്ടും കാണും. ഇപ്പോൾ ബാബയെ ഓർമ്മിച്ച് മായയുടെ മേൽ വിജയം നേടണം. ഇപ്പോൾ ഈ ദുഃഖധാമത്തിൽ വസിക്കേണ്ടതില്ല. നിങ്ങൾ പഠിക്കുന്നത് തന്നെ സുഖധാമത്തിലേക്ക് പോകുന്നതിനായിയാണ്. എല്ലാവർക്കും കർമ്മക്കണക്കുകൾ ഇല്ലാതാക്കി തിരിച്ചു പോകണം. ഞാൻ വന്നിരിക്കുന്നത് തന്നെ പുതിയ ലോകം സ്ഥാപിക്കുന്നതിനാണ്. ബാക്കി മുഴുവൻ ആത്മാക്കളും മുക്തിധാമത്തിലേക്ക് പോകും. ബാബ പറയുന്നു, ഞാൻ കാലന്റെയും കാലനാണ്. എല്ലാവരെയും ശരീരത്തിൽ നിന്ന് വേർപെടുത്തി ആത്മാക്കളെ കൊണ്ടുപോകുന്നു. എനിക്ക് വേഗം പോകണം എന്നെല്ലാവരും പറയുന്നുണ്ട്. ഇവിടെ വസിക്കേണ്ടതില്ല. ഇത് പഴയ ലോകവും പഴയ ശരീരവുമാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ എല്ലാവരെയും കൊണ്ടുപോകും. ആരെയും ഒഴിവാക്കില്ല. നിങ്ങൾ എല്ലാവരും വിളിച്ചിട്ടുണ്ട്, അല്ലയോ പതിത പാവന, വരൂ. ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അർത്ഥം ഒന്നും അറിയുന്നില്ല. പതിത പാവനൻ എന്ന് എത്ര ഉത്സാഹത്തോടെ പറയുന്നു. പിന്നീട് രഘുപതി രാഘവ രാജാറാം എന്നും പറയുന്നു. ഇപ്പോൾ ശിവബാബ രാജാവാകുകയോ രാജ്യം ഭരിക്കുകയോ ചെയ്യുന്നില്ല. ബാബയെ രാജാറാം എന്ന് പറയുന്നത് തെറ്റാണ്. മാല കറക്കുമ്പോൾ രാമ രാമ എന്ന് പറയുന്നു. അതിൽ ഭഗവാന്റെ ഓർമ്മ വരുന്നു. ഭഗവാൻ ശിവൻ തന്നെയാണ്. മനുഷ്യർക്ക് ഒരുപാട് പേര് വെക്കുന്നുണ്ട്. കൃഷ്ണനും ശ്യാമസുന്ദരൻ, വൈകുണ്ഠനാഥൻ, വെണ്ണക്കള്ളൻ എന്നെല്ലാം ഒരുപാട് പേരുകൾ വെക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കൃഷ്ണനെ വെണ്ണക്കള്ളൻ എന്ന് പറയുമോ? തീർച്ചയായും ഇല്ല. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ഭഗവാൻ ഒരേ ഒരു നിരാകാരനാണ്. ഒരു ദേഹധാരിയെയും ഭഗവാൻ എന്ന് വിളിക്കാൻ കഴിയില്ല. വൈജയന്തി മാലയെന്ന് 108 കുറിച്ചാണ് പാടിയിരിക്കുന്നത്. ശിവബാബ സ്വർഗം സ്ഥാപിച്ചു. അതിന്റെ അധികാരി ഇവരാണ്. തീർച്ചയായും അതിനു മുമ്പ് അവർ ഈ പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടാകും. ഇതിനെയാണ് കലിയുഗ അന്ത്യത്തിന്റെയും സത്യയുഗ ആരംഭത്തിന്റെയും സംഗമം എന്ന് പറയുന്നത്. ഇതാണ് കൽപ്പത്തിലെ സംഗമയുഗം. മനുഷ്യർ പിന്നീട് യുഗേ യുഗേ എന്ന് പറഞ്ഞു. അവതാരങ്ങളുടെ പേരും മറന്ന് കല്ലിലും മുള്ളിലും ഓരോ കണകണങ്ങളിലും ഉണ്ടെന്ന് പറഞ്ഞു. ഇതും ഡ്രാമയാണ്. എന്താണോ കഴിഞ്ഞുപോയത് അതിനെ ഡ്രാമ എന്ന് പറയുന്നു. ആരോടെങ്കിലും വഴക്കിട്ടു, അത് കഴിഞ്ഞു, പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ശരി, ആരെങ്കിലും കൂടുതൽ എന്തെങ്കിലും പറഞ്ഞുവെങ്കിലും അത് മറന്നേക്കൂ. കൽപ്പം മുൻപും ഇങ്ങനെ പറഞ്ഞിരുന്നു. ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ കൂടുതൽ വഷളാകും. ആ കാര്യം പിന്നീട് ഒരിക്കലും പറയരുത്. നിങ്ങൾ കുട്ടികൾക്ക് സേവനം ചെയ്യുക തന്നെ വേണമല്ലോ. സേവനത്തിൽ ഒരു വിഘ്നവും ഉണ്ടാകരുത്. സേവനത്തിൽ ബലഹീനത കാണിക്കരുത്. ശിവബാബയുടെ സേവനമല്ലേ, അതിലൊരിക്കലും അല്പം പോലും ഇല്ല എന്ന് പറയരുത്. ഇല്ലെങ്കിൽ തന്റെ പദവി ഭ്രഷ്ടമാക്കും. ബാബയുടെ സഹായിയായി മാറിയെങ്കിൽ പൂർണമായും സഹായിക്കണം. ബാബയുടെ സേവനം ചെയ്യുന്നതിൽ ഒരിക്കലും വഞ്ചിക്കരുത്. സന്ദേശം എല്ലാവരിലും എത്തിക്കുക തന്നെ വേണം. ബാബ പറയുന്നു, മ്യൂസിയത്തിന്റെ പേര് ഇങ്ങനെയുള്ളത് വെക്കണം. അത് കണ്ട് ആളുകൾ ഉള്ളിലേക്ക് വരികയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം. എന്തുകൊണ്ടെന്നാൽ ഇത് പുതിയ കാര്യമല്ലേ. മനുഷ്യർ പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ ഉള്ളിലേക്ക് വരുന്നു.
ഇന്ന് കാലത്ത് വിദേശങ്ങളിൽ നിന്ന് പോലും ഭാരതത്തിന്റെ പ്രാചീന യോഗം പഠിക്കാനായി ആളുകൾ വരുന്നു. ഇപ്പോൾ പ്രാചീനം എന്ന് പറഞ്ഞാൽ പഴയതിലും പഴയത്. അത് ഭഗവാൻ പഠിപ്പിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് 5000 വർഷമായി. സത്യത്രേതായുഗങ്ങളിൽ യോഗം ഉണ്ടാകില്ല. ആരാണോ പഠിപ്പിച്ചത് അവർ പോയി വീണ്ടും 5000 വർഷങ്ങൾക്ക് ശേഷം എപ്പോൾ തിരികെ വരുന്നുവോ അപ്പോഴേ രാജയോഗം പഠിപ്പിക്കൂ. അതിലൂടെ പാവനമാകാൻ സാധിക്കും. ഈ സമയത്ത് തത്വങ്ങളും തമോപ്രധാനമാണ്. വെള്ളം പോലും എത്ര നഷ്ടമുണ്ടാക്കി വെക്കുന്നു. പഴയ ലോകത്ത് ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ ഉപദ്രവത്തിന്റെ കാര്യമില്ല. അവിടെ പ്രകൃതി ദാസിയായി മാറുന്നു. ഇവിടെയാണെങ്കിൽ പ്രകൃതി ശത്രുവായി മാറി ദുഃഖം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യത്തിൽ ദുഃഖത്തിന്റെ കാര്യമേ ഇല്ല. സത്യയുഗമായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് സ്ഥാപിതമാവുകയാണ്. ബാബ പ്രാചീന രാജയോഗം പഠിപ്പിക്കുകയാണ്. വീണ്ടും 5000 വർഷങ്ങൾക്ക് ശേഷം പഠിപ്പിക്കും. ആർക്കാണോ പാർട്ടുള്ളത് അവരെ അഭിനയിക്കൂ. പരിധിയില്ലാത്ത അച്ഛനും പാർട്ട് അഭിനയിക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് സ്ഥാപിച്ച് തിരിച്ചു പോകും. അയ്യോ അയ്യോ എന്ന നിലവിളിക്ക് ശേഷം ആഹാ ആഹാ എന്ന ജയ ആരവം മുഴങ്ങും. പഴയ ലോകം വിനാശമാകും. ഈ ലക്ഷ്മി നാരായണന്മാരുടെ രാജ്യമുണ്ടായിരുന്നപ്പോൾ പഴയ ലോകം ഉണ്ടായിരുന്നില്ല. 5000 വർഷത്തിന്റെ കാര്യമാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമാവുക സാധ്യമല്ല. അതിനാൽ ബാബ പറയുന്നു, ഇപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് സേവനത്തിൽ മുഴുകൂ. തന്റെ മംഗളം ചെയ്യൂ. പിണങ്ങി സേവനത്തിൽ വഞ്ചിതരാകരുത്. ഇത് ഈശ്വരീയ സേവനമാണ്. മായയുടെ കൊടുങ്കാറ്റ് ഒരുപാട് വരും. പക്ഷെ ബാബയുടെ ഈശ്വരീയ സേവനത്തിൽ നിന്നും വഞ്ചിതരാകരുത്. ബാബ സേവാർത്ഥം നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. മിത്രസംബന്ധികൾ ആരെല്ലാം വന്നാലും എല്ലാവരുടെയും സത്യമായ മിത്രം നിങ്ങളാണ്. നിങ്ങൾ ബ്രഹ്മകുമാരി കുമാരന്മാർ മുഴുവൻ ലോകരുടെയും മിത്രമാണ്. എന്തെന്നാൽ നിങ്ങൾ ബാബയുടെ സഹായികളാണ്. മിത്രങ്ങളിൽ ഒരു ശത്രുതയും ഉണ്ടാകരുത്. എന്ത് കാര്യം വന്നാലും ശിവബാബയെ ഓർമ്മിക്കൂ എന്ന് പറയണം. ബാബയുടെ ശ്രീമതമനുസരിച്ച് നടക്കണം. ഇല്ലെങ്കിൽ തന്റെ തന്നെ നഷ്ടമുണ്ടാകും. ട്രെയിനിൽ നിങ്ങൾ വരുന്നു. അവിടെ നിങ്ങൾക്കെല്ലാം ഫ്രീ ആയിരിക്കും. സേവനത്തിന് വളരെയധികം ചാൻസ് ഉണ്ട്. ബാഡ്ജ് വളരെ നല്ല വസ്തുവാണ്. ഓരോരുത്തരും അണിഞ്ഞിരിക്കണം. ആരെങ്കിലും നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയൂ, ഞങ്ങൾ അഗ്നിശമന സേനയാണ്. എങ്ങനെയാണോ തീ അണയ്ക്കാൻ ആ അഗ്നിശമന സേനയുള്ളത്, അതുപോലെ ഈ സമയത്ത് മുഴുവൻ ലോകത്തിലും കാമത്തിന്റെ അഗ്നി പിടിപെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാബ പറയുന്നു, മഹാശത്രുവായ കാമത്തിനു മേൽ വിജയം നേടൂ. ബാബയെ ഓർമ്മിക്കൂ. പവിത്രമായി മാറൂ. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യൂ. എങ്കിൽ തോണി അക്കരെ എത്തും. ഈ ബാഡ്ജ് ശ്രീമതം അനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. ബാഡ്ജ് ഉപയോഗിച്ച് സേവനം ചെയ്യുന്നത് വളരെ കുറച്ചു കുട്ടികളാണ്. ബാബ മുരളികളിൽ എത്ര മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ബ്രാഹ്മണന്റെ പക്കലും ഈ ബാഡ്ജ് ഉണ്ടായിരിക്കണം. ആരെ കണ്ടാലും അവർക്കിത് ഉപയോഗിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ഇതാണ് ബാബ. ഇവരെ ഓർമ്മിക്കണം. ഞങ്ങൾ സാകാരത്തിലുള്ളവരുടെ മഹിമയല്ല ചെയ്യുന്നത്. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരേ ഒരു നിരാകാരനായ അച്ഛനാണ്. അവരെ ഓർമ്മിക്കണം. ഓർമ്മയുടെ ബലത്തിലൂടെയേ നിങ്ങളുടെ വികർമ്മം വിനാശമാകൂ. പിന്നീട് അന്തിമ മനം പോലെ ഗതിയുണ്ടാകും. ദുഃഖധാമത്തിൽ നിന്നും രക്ഷപ്പെടും. പിന്നീട് നിങ്ങൾ വിഷ്ണുപുരിയിലേക്ക് വരും. എത്ര വലിയ സന്തോഷ വാർത്തയാണ്. പുസ്തകങ്ങളും നൽകാൻ കഴിയും.
പറയൂ, നിങ്ങൾ പാവപ്പെട്ടവരാണെങ്കിൽ ഫ്രീ ആയി തരാം. ധനവാന്മാരാണെങ്കിൽ പണം നൽകേണ്ടതായി വരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇതിൽ ഒരുപാട് അച്ചടിക്കേണ്ടതുണ്ട്. ഇത് ഇങ്ങനെയുള്ള വസ്തുവാണ്. ഇതിലൂടെ നിങ്ങൾ യാചകനിൽ നിന്നും വിശ്വാധികാരിയായി മാറും. അറിവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് ധർമ്മത്തിലുള്ളവരാണെങ്കിലും പറയൂ, വാസ്തവത്തിൽ നിങ്ങൾ ആത്മാക്കളാണ്. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ഇപ്പോൾ വിനാശം മുന്നിലുണ്ട്. ഈ ലോകം മാറാനുള്ളതാണ്. ശിവബാബയെ ഓർമ്മിച്ചാൽ വിഷ്ണുപുരിയിലേക്ക് വരും. പറയൂ, ഇത് നിങ്ങൾക്ക് കോടികളുടെ 100 കോടിയുടെ ഫലം നൽകും. ബാഡ്ജ് ഉപയോഗിച്ച് സേവനം ചെയ്യണം എന്ന് ബാബ എത്ര മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്നിട്ടും ബാഡ്ജ് അണിയുന്നില്ല. ലജ്ജ തോന്നുന്നു. ബ്രാഹ്മണിമാർ പാർട്ടിയുമായി വരുന്നു, അല്ലെങ്കിൽ ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നവർ തീർച്ചയായും ഈ ബാഡ്ജ് ധരിക്കണം. നിങ്ങൾ ഇതുപയോഗിച്ച് ആർക്ക് മനസ്സിലാക്കി കൊടുത്താലും അവർ വളരെ സന്തോഷിക്കും. പറയൂ, ഞങ്ങൾ ഒരേ ഒരു ബാബയെ മാത്രമാണ് അനുസരിക്കുന്നത്. അവർ തന്നെയാണ് എല്ലാവർക്കും സുഖശാന്തി നൽകുന്നത്. അതിനാൽ അവരെ ഓർമ്മിക്കൂ. പതീത ആത്മാവിന് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ ഈ പഴയ ലോകം മാറുകയാണ്. ഇങ്ങനെ വഴികളിൽ സേവനം ചെയ്തുകൊണ്ട് വരണം. നിങ്ങൾക്ക് വളരെയധികം പേരുണ്ടാകും. ബാബ കരുതും ചിലപ്പോൾ ലജ്ജ തോന്നുന്നുണ്ടാകും. അതിനാലാണ് ബാഡ്ജ് ധരിച്ച് സേവനം ചെയ്യാത്തത്. ഒന്ന് ബാഡ്ജ്, പിന്നെ ഏണിപ്പടിയുടെ ചിത്രം അഥവാ ത്രിമൂർത്തി, ചക്രം അഥവാ വൃക്ഷത്തിന്റെ ചിത്രം കൂടെയുണ്ടാവണം. ഇരുന്ന് പരസ്പരം മനസ്സിലാക്കി കൊടുത്താൽ എല്ലാവരും കൂടിച്ചേരും. ചോദിക്കും, ഇതെന്താണ്? പറയൂ, ശിവബാബ ഇദ്ദേഹത്തിലൂടെ പുതിയ ലോകം സ്ഥാപിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, പവിത്രമായി മാറൂ. അപവിത്രമായവർക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള മധുരമായ കാര്യങ്ങൾ കേൾപ്പിക്കണം. എങ്കിൽ സന്തോഷത്തോടെ എല്ലാവരും കേൾക്കും. പക്ഷെ ആരുടെയും ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. സെന്ററിൽ ക്ലാസ്സിന് പോകുമ്പോഴും ബാഡ്ജ് ധരിക്കണം. മിലിറ്ററിക്കാരുടെ ബാഡ്ജ് എപ്പോഴും അണിഞ്ഞിട്ടുണ്ടാകും. അവർക്ക് എപ്പോഴെങ്കിലും ലജ്ജ തോന്നുന്നുണ്ടോ? നിങ്ങളും ആത്മീയ സൈന്യമല്ലേ? ബാബ നിർദ്ദേശം നൽകുന്നു, എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രാവർത്തികമാക്കാത്തത്? ബാഡ്ജ് ധരിക്കുമ്പോൾ ശിവബാബയുടെ ഓർമ്മയും ഉണ്ടാകും. നമ്മൾ ശിവബാബയുടെ കുട്ടികളാണ്. ദിനം പ്രതിദിനം സെന്ററുകൾ തുറന്നുകൊണ്ടിരിക്കും. ആരെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. പറയും, ഇന്ന സ്ഥലത്ത് നിങ്ങളുടെ ശാഖയില്ല. പറയൂ, കെട്ടിടത്തിന്റെ സൗകര്യം ചെയ്ത് ഞങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ വന്ന് സേവനം ചെയ്യുന്നതാണ്. ധൈര്യം വയ്ക്കൂ. കുട്ടികളെ സഹായിക്കാൻ ബാബയുണ്ട്. ബാബ കുട്ടികളോട് തന്നെയല്ലേ പറയുക, സെന്റർ തുറക്കൂ, സേവനം ചെയ്യൂ എന്ന്. ഇതെല്ലാം ശിവബാബയുടെ കടകളല്ലേ, കുട്ടികളിലൂടെ നടത്തിക്കുകയാണ്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. ഒരിക്കലും പരസ്പരം പിണങ്ങി സേവന കാര്യത്തിൽ വഞ്ചിക്കരുത്. വിഘ്നരൂപമായി മാറരുത്. തന്റെ ബലഹീനത പ്രകടിപ്പിക്കരുത്. ബാബയുടെ പരിപൂർണ സഹായിയായി മാറണം. 2. ആരുമായെങ്കിലും വഴക്കുണ്ടായാൽ അത് കഴിഞ്ഞുപോയി. പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും കൂടുതൽ പറഞ്ഞാൽ നിങ്ങളത് മറക്കൂ. കൽപ്പം മുൻപും ഇങ്ങനെ പറഞ്ഞിരുന്നു. ആ കാര്യം പിന്നീട് ഒരിക്കലും പറയുക പോലും ചെയ്യരുത്. വരദാനം: ശാന്തിയുടെ ദൂതരായി മാറി സർവർക്കും ശാന്തിയുടെ സന്ദേശം കൊടുക്കുന്ന മാസ്റ്റർ ശാന്തി ശക്തിദാതാവായി
ഭവിക്കട്ടെ. താങ്കൾ കുട്ടികൾ ശാന്തിയുടെ മെസ്സഞ്ചർ, ശാന്തി ദൂതന്മാരാണ്. എവിടെ വസിച്ചാലും സദാ സ്വയത്തെ ശാന്തിയുടെ ദൂതരെന്ന് മനസ്സിലാക്കൂ. ശാന്തിയുടെ ദൂതരാണ്, ശാന്തിയുടെ സന്ദേശവാഹകരാണ്. ഇതിലൂടെ സ്വയവും ശാന്തസ്വരൂപ ശക്തിശാലി ആയിരിക്കും. ഒപ്പം മറ്റുള്ളവർക്കും ശാന്തി കൊടുത്തുകൊണ്ടും ഇരിക്കും. അവർ അശാന്തി തരും, താങ്കൾ ശാന്തി കൊടുക്കൂ. അവർ തീ കൊളുത്തും, താങ്കൾ വെള്ളമൊഴിക്കൂ. ഇത് തന്നെയാണ് താങ്കൾ ശാന്തിയുടെ സന്ദേശവാഹകർ, മാസ്റ്റർ ശാന്തി ശക്തിദാത കുട്ടികളുടെ കർത്തവ്യം. സ്ലോഗൻ: ശബ്ദത്തിലേക്ക് വരുന്നത് സഹജമാണെന്ന് അനുഭവപ്പെടുന്നതുപോലെ ശബ്ദത്തിനുപരി പോകുന്നതും സഹജമായിരിക്കണം. അവ്യക്ത സൂചന: ഇപ്പോൾ ഉത്സാഹത്തിന്റെ അഗ്നി പ്രജ്വലിതമാക്കി യോഗം ജ്വാലാരൂപമാക്കൂ. യോഗത്തിൽ സദാ ലൈറ്റ് ഹൌസിന്റെയും മൈറ്റ് ഹൌസിന്റെയും സ്ഥിതി അനുഭവിക്കൂ. ജ്ഞാനം ലൈറ്റും യോഗം ശക്തി അതായത് മൈറ്റും ആണ്. ജ്ഞാനവും യോഗവും രണ്ട് ശക്തികളും ലൈറ്റും മൈറ്റും സമ്പന്നമായിരിക്കണം. ഇവരെ പറയാം മാസ്റ്റർ സർവശക്തിവാൻ. അങ്ങനെയുള്ള ശക്തിശാലി ആത്മാക്കൾ എങ്ങനെയുള്ള പരിതസ്ഥിതികളെയും നിമിഷ നേരം കൊണ്ട് മറികടക്കും. ഓം ശാന്തി.